നമസ്കാരം. ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ KU ജനീഷ് കുമാർ MLA ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനം നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. വി.ഡി. സതീശനോട് നിയമസഭയോട് കള്ളം പറയരുത്, സഭാ ചട്ടങ്ങളുടെ ലംഘനമാണ്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി നൽകില്ലെന്ന് അങ്ങ് വ്യക്തമാക്കുന്ന വീഡിയോ ഞാൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ നിയമസഭയിൽ ഇതിന് വിരുദ്ധമായി അവധിയുടെ കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അങ്ങ് മറുപടി നൽകിയത്. ഒരേ വിഷയത്തിൽ സഭയ്ക്കകത്ത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രണ്ടു തരം നിലപാടുകൾ സ്വീകരിച്ച് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സഭാ ചട്ടങ്ങളുടെയും പൊതുമര്യാദകളുടെയും കടുത്ത ലംഘനമാണ്. അന്തിമമായി തീരുമാനമെടുത്ത ഒരു കാര്യത്തിൽ സഭയോട് കള്ളം പറയുന്ന ഇത്തരം നിലപാടുകൾ ജനാധിപത്യത്തോടും നിയമസഭയോടും കാണിക്കുന്ന വലിയ അനാദരവാണെന്ന് പൊതുജനം വിലയിരുത്തുന്നു. വ്യക്തമായ ചോദ്യത്തിന് രണ്ടു തരം വ്യത്യസ്ത മറുപടികൾ സഭാതലത്തിൽ വന്ന സാഹചര്യത്തിൽ മൂലം വള്ളംകളിയുടെ പ്രാദേശിക അവധി സംബന്ധിച്ച് സർക്കാരിന്റെ യഥാർത്ഥ മറുപടി എന്താണെന്നറിയാൻ സഭാ സാമാജികൻ എന്ന നിലയിൽ എനിക്ക് ആഗ്രഹമുണ്ട്. നിയമസഭയോട് കളവ് പറഞ്ഞ് ഒടുവിൽ പദവി രാജിവെക്കേണ്ടി വന്ന മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ ചരിത്രവും പാർലമെന്റിന്റെ അവകാശങ്ങൾ തടസ്സപ്പെടുത്തിയതിന് MP സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 1978 അനുഭവവും അങ്ങ് ഓർക്കുന്നത് നന്നായിരിക്കും. അധികാര ദുർവിനിയോഗത്തിന്റെയും ജനവഞ്ചനയുടെയും ക്ലാസിക് ഉദാഹരണങ്ങളായ ഈ ചരിത്ര സംഭവങ്ങൾ മഹാഭൂരിപക്ഷത്തിന്റെ കരുത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി ആവർത്തിച്ച് പഠിക്കേണ്ടതുണ്ട്. മറ്റെവിടെ കളവ് പറഞ്ഞാലും നിയമസഭയോട് അങ്ങ് കള്ളം പറയരുതെന്നും ജനപ്രതിനിധികളെയും ജനങ്ങളെയും വഞ്ചിക്കുന്നവർക്ക് സഭയിൽ ഓൺ ആയിരിക്കുന്ന മൈക്കുകൾ എന്നും ഒരു തടസ്സമായിരിക്കുമെന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഉള്ളിലിരിപ്പുകൾ എന്നെങ്കിലും പുറത്തു ചാടുമെന്ന് ഉറപ്പുള്ളവർക്ക് ഇത്തരം ഇരട്ട മുഖങ്ങൾ ചേരില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഇന്ന് കുട്ടിയാഘോഷിക്കപ്പെടുന്ന പൂക്കിച്ചിരി സ്വയം ഒരു ബാധ്യതയായി മാറിത്തീരും. രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ഏറ്റവും കുറഞ്ഞ മര്യാദകളിൽ ഒന്ന് ജനങ്ങളോടും സഭയോടും സത്യസന്ധത പുലർത്തുക എന്നതാണെന്നും കളവ് പറയാതിരിക്കുന്നത് തന്നെ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും അങ്ങയെ ഞാൻ വിനയത്തോട് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം റെജി ചെറിയാനാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക അവധി ഈ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. സ്വന്തം മുന്നണിയിലുള്ള ഒരു MLA ആണ് ചോദിച്ചത്. ഇരുന്ന ശേഷം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഡയലോഗ് എല്ലാവരും കേട്ട് കാണുമല്ലോ. അതായത് കൊടുക്കൂല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ. അത് മൈക്കിലൂടെ ജനം മുഴുവൻ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി. മൈക്ക് ചതിച്ചു എന്നുള്ളതാണ്. മൈക്ക് അങ്ങനെ നമ്മുടെ വി.ഡി. സതീശന് വലിയ ഒരു വില്ലനായി മാറിയിരിക്കുകയാണ്. വി.ഡി. സതീശന്റെ കള്ളങ്ങൾ പൊളിക്കുന്ന ഒന്നായി അങ്ങനെ മൈക്ക് മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മൈക്ക് ഒരു മുഖ്യമന്ത്രിയുടെ നുണ പൊളിച്ച് നമ്മൾ കേൾക്കുന്നത് അല്ലെ. എന്തായാലും നുണ മുഴുവൻ ജനം കേൾക്കുമ്പോഴും ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പുകൾ കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. നോക്കൂ, പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതിനൊക്കെ വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, അതാണ് ഇന്നത്തെ കേരളത്തിലെ വളശ്ശേരി ദാമോദര മേനോൻ സതീശൻ സർക്കാർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. PM ശ്രീ വിഷയത്തിൽ മലക്കം പറഞ്ഞു, മദ്യനികുതി കുറച്ചുകൊണ്ട് ആ വിഷയത്തിലും മലക്കം പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ മലക്കം മറിഞ്ഞ് കരിമണൽ ഖനനം അടക്കമുള്ള വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ മലക്കം പറഞ്ഞ് നമ്മുടെ വി.ഡി. സതീശൻ ഒരു യു-ടേൺ അടി മുഖ്യമന്ത്രിയായി മാറിയിട്ടുണ്ട്. കേരളം ഭരിക്കുന്നത് UDF സർക്കാരല്ല, യു-ടേൺ അടി സർക്കാരാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായും താങ്കൾ വെച്ചു പുലർത്തേണ്ട ചില മാന്യതകളുണ്ട്, കുറച്ചുകൂടി കാണിക്കേണ്ട പക്വതയുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആകരുതെന്ന് ചോദിച്ചാൽ തീർച്ചയായും വി.ഡി. സതീശനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പറയാൻ കഴിയും ഒരു മുഖ്യമന്ത്രി ഇതാ ഇങ്ങനെയൊന്നും ആകരുത് എന്ന് പറയാൻ കഴിയും. നോക്കൂ, 102 സീറ്റിന്റെ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് ഇന്ന് UDF കേരളം ഭരിക്കുന്നത് അല്ലെ. വലിയ പ്രതീക്ഷകൾ ജനങ്ങൾക്ക് നൽകി, സുന്ദരമോഹന വാഗ്ദാനങ്ങൾ നൽകി, ഒരുപാട് വിസ്മയങ്ങൾ ഇവിടെ നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സർക്കാർ, ജനങ്ങളെ പറ്റിച്ചാണ് അധികാരത്തിൽ വന്നത്. ശേഷം എന്താണ് സംഭവിച്ചത്? KSRTC ബസ്സിൽ എല്ലാ വനിതകൾക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുത്തോ? ഇല്ല, ഓർഡിനറിയിൽ മാത്രമായി ചുരുക്കി. ഇന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ പ്രതിമാസം 1000 രൂപ എന്ന് പറയുന്ന വാഗ്ദാനം നിറവേറ്റപ്പെട്ടോ? ഇല്ല. എന്തിന് ആശമാർക്ക് 21,000 രൂപ ഓണററി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു? വർദ്ധിപ്പിച്ചോ? ഇല്ല. അങ്ങനെ എത്രയോ വാഗ്ദാനങ്ങൾ. ഏതെങ്കിലും ഒരു വാഗ്ദാനം നടപ്പിലാക്കിയോ? ഇല്ല. എന്നാലും യു-ടേൺ അടി സർക്കാർ ന്യായീകരിച്ചു മെഴുകാൻ നമ്പർ 1 ആണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ടേമിലൊക്കെ, അതായത് കഴിഞ്ഞ 10 വർഷമൊക്കെ UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതുപോലുള്ള നുണക്കഥകൾ തന്നെ
ഈ ഭരണപക്ഷത്തിരിക്കുമ്പോഴും ആവർത്തിക്കുകയാണ്. ഭരണപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ പുലർത്തേണ്ട ചില രീതിയിലുള്ള മാന്യതകളുണ്ട്. അതെന്താണ്? താങ്കൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. താങ്കൾ പറയുന്ന നിലപാടുകൾ കണ്ട് ജനങ്ങൾക്ക് ഒരു ബഹുമാനമൊക്കെ മുഖ്യമന്ത്രിയോട് തോന്നണം. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മിനിറ്റുകൾ കൊണ്ട് മാറി മറയുന്ന നിലപാടുകൾ, ഇരട്ടത്താപ്പ് നയങ്ങൾ, ഇതൊക്കെയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് എന്താണുള്ളത്? ഒന്നുമില്ല. പൂക്കി പിള്ളേരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി മോഡിഫിക്കേഷൻ ഇപ്പൊ തന്നെ സെറ്റാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് മോഡിഫിക്കേഷൻ സെറ്റാക്കിയോ? ഇല്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്യജീവി ആക്രമണത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പൊ തീരുമാനമാക്കും. ഞങ്ങൾ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ മതി, ആനയൊക്കെ കണ്ടം വഴി ഓടും, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എത്ര വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് എത്ര മരണങ്ങളാണ് ഇവിടെ സംഭവിച്ചത്, എത്ര കൊലപാതകങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സർക്കാരിനോട് ജനങ്ങൾ എന്താണ് മുഖ്യ സംഭവിക്കുന്നത്, എന്താണ് സർക്കാരെ കാണുന്നതെന്ന് ചോദിക്കുമ്പോഴൊക്കെ മറുപടി എന്താണ്? സർക്കാർ മാറിയത് ആന അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഈ വിഷയത്തിനെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒറ്റമൂലികളില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ വി ഡി സതീശനും ഈ മന്ത്രിമാരും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സഭയിലെങ്കിലും സത്യം പറയുക എന്നുള്ളതാണ്. സഭയിലും ഒന്ന് പറയും, സഭയ്ക്ക് പുറത്ത് മറ്റൊന്ന് പറയും. സത്യത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നോക്കൂ, ഒരു മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു നിവേദനം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതി വരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയാണ് ഇത് ശരിയാക്കി തരാം, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കും. കാരണം സഭയിൽ സ്വന്തം മുന്നണിയിലുള്ള MLA-മാരോട് പോലും നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി ഒരു സാധാരണക്കാരന്റെ അടുത്ത് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരുമെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അല്ലെ? അങ്ങനെ വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്യം വേണം. അതിവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജനീഷ് കുമാർ ഈ ഒരു വീഡിയോ പുറത്തു വിട്ടപ്പോൾ സ്വാഭാവികമായും അത് കണ്ട് ഞെട്ടിയവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും. ഇനിയിപ്പോ ആ ഭാഗം ഈ സഭാ ടിവിയിൽ നിന്ന് എടുത്തു കളയാൻ ചിലപ്പോൾ ഒരുപക്ഷെ പറയുമായിരിക്കും. കാരണം ഇപ്പോൾ ഈ പ്രതിപക്ഷം ഉയർത്തുന്ന പല രീതിയിലുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ അതിനെ ഭയന്നോടുന്ന വി ഡി സതീശൻ ഇപ്പൊ സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പല പ്രസംഗങ്ങളും സഭാ ടിവിയിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന നിലപാട് സ്വീകരിക്കുകയാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ സഭയിൽ അത് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലപാടാണല്ലോ ഭരണപക്ഷം എടുക്കുന്നത്. അതായത് കേരളത്തെ സംബന്ധിക്കുന്ന ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിഷയവും ചർച്ച ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷത്തെ ഭയന്നോടുന്ന, ജനങ്ങളെ ഭയന്നോടുന്ന ഒരു സർക്കാരിനെ നമ്മൾ കേരളത്തിൽ കാണുകയാണ് എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എങ്ങോട്ടാണ് ഈ സർക്കാരിന്റെ പോക്ക്? കേരളത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്, കേരളത്തിൽ മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി ഗിമ്മിക്ക് നമ്പറുകൾ ഇറക്കുമ്പോഴും ഇവിടെ 10 വർഷവും ഒരു സർക്കാർ ഉണ്ടായിരുന്നുവെന്നും ആ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഇവിടെ വികസനങ്ങൾ നടത്തിയിരുന്നുവെന്നും ഇവിടെ വിലകയറ്റം തടഞ്ഞു നിർത്തിയിരുന്നുവെന്നും ഇവിടെ പല രീതിയിൽ തന്നെ എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷത ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നുവെന്നും ഒക്കെ മറന്നു പോകരുത് വി ഡി സതീശൻ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് PMC നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന വി ഡി സതീശൻ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ ഇങ്ങനെ താണു വണങ്ങി നിൽക്കുന്ന സതീശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ അതുപോലെ തന്നെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവരുടെ തീട്ടൂരം ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഇരട്ടച്ചങ്കനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു എന്നുള്ള കാര്യം മറക്കണ്ട. മൂപ്പരിപ്പോ പ്രതിപക്ഷത്തുണ്ട്, പ്രതിപക്ഷ നേതാവാണ്. ഇന്ന് മുഖ്യമന്ത്രി ഭയക്കുന്ന ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് നമ്മുടെ പിണറായി വിജയൻ എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ എന്തായാലും സഭയിൽ കുറച്ചെങ്കിലും ഒക്കെ നുണ പറയുന്നത് നിർത്തി സത്യം പറയാൻ വേണ്ടി ശ്രമം നടത്തുക സതീശ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.